അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സബീനാസ് മാജിക് കിച്ചൺ. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മീൻ മുട്ട കൊണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. രണ്ട് രീതി ഞാനിവിടെ കാണിക്കുന്നുണ്ട്, രണ്ടും നല്ല ടേസ്റ്റാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ഈ ചാനൽ പുതിയതായി കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇത് തയ്യാറാക്കാനായി ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എടുക്കുക. അരക്കപ്പ് തേങ്ങ, 4-5 ചെറിയ ഉള്ളിയും 2 പച്ചമുളകും ചേർത്ത് ചതച്ച് മാറ്റി വെക്കുക. മൺചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. ഈ ഒരു റെസിപ്പിക്ക് മസ്റ്റായിട്ടും വെളിച്ചെണ്ണ തന്നെ വേണം ചേർത്ത് കൊടുക്കാൻ. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നെടുക പിളർത്തിയ 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുക. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ 1 ചേർത്താലും മതി.
പാൻ ചൂടായി കഴിയുമ്പോൾ ഇതുപോലെ ഒരു പീസ് വാഴയില വെച്ച് കൊടുത്ത് മുകളിലായി വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇലയൊന്ന് വാടി വരുമ്പോഴേക്കും അതിന് മുകളിലായി നമ്മൾ ആ പരിഞ്ഞിൽ ചേർത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ കൂട്ട് ഇതിന് മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എല്ലാം ഒന്ന് പരത്തി കൊടുത്ത ശേഷം ഇതിന് മുകളിലായി മറ്റൊരു പീസ് ഇല കൂടി വെച്ച് കൊടുക്കുക. ഈ ഇലയുടെ മുകളിൽ ഒരു വെയിറ്റ് വെച്ച് കൊടുക്കണം. ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താണ് വെയിറ്റായിട്ട് വെച്ചിരിക്കുന്നത്. ഈ സമയം ഫ്ലെയിം ലോയിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തീ കൂടിപ്പോയാൽ ഇലയെല്ലാം കരിഞ്ഞ് ഇത് അടിക്ക് പിടിച്ചു പോകും. 5 മിനിറ്റ് ഇങ്ങനൊന്ന് വേവിച്ച് കൊടുത്ത ശേഷം ഇത് തിരിച്ചിട്ട് കൊടുക്കുക. മുകളിലായി വെയിറ്റ് വെച്ച് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി വേവിച്ചെടുക്കുക. ഇല നന്നായി കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിന് മുകളിലായി മറ്റൊരു ഇല കൂടെ വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പരിഞ്ഞിലപ്പം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതിങ്ങനെയാണ് വാഴയിലയിൽ അടിച്ചുള്ള ആ സ്മെല്ല് വരുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവും. വാഴയിലയിൽ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ മീൻമുട്ട വെച്ചുള്ള ഈ 2 റെസിപ്പിയും നിങ്ങൾക്കിഷ്ടമാകും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. മറ്റൊരു നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.